തൃശൂരിൽ തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ജയിൽ പുള്ളി രക്ഷപ്പെട്ടത് മോഷ്ടിച്ച ബൈക്കുമായി എന്നാണ് സംശയം. വിയ്യൂരിൽ നിന്ന് രക്ഷപ്പെട്ട ബാലമുരുകൻ തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്നും പോലീസ് നിഗമനമുണ്ട്. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോയ്, ഗുഡ് മോർണിംഗ്. മോഷ്ടിച്ച ബൈക്കുമായി കടന്നു എന്നാണല്ലോ നിലവിൽ സംശയമുള്ളത്. ഇത് എവിടെ നിന്ന്, ആരുടേത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണോ പോലീസിന്റെ നിലവിലെ അന്വേഷണം പുരോഗമിക്കുന്നത്? അതായത് ഈ പ്രതി ബാലമുരുകൻ എപ്പോഴും ഇത്തരത്തിൽ ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്ന സമയത്ത് ഒരു ബൈക്ക് മോഷണം പോകാറുണ്ട് ആ പരിസരത്ത് നിന്ന് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു നിഗമനം. അങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഏതെങ്കിലും വാഹനങ്ങൾ മോഷണം പോയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി വിയ്യൂർ മണലാർക്കാവ് ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിന്നും ഒരു സ്കൂട്ടർ മോഷണം പോയിട്ടുണ്ട്. ഈ പരിസരത്ത് തന്നെ ഇയാളെ കണ്ടതായി നാട്ടുകാരും പറയുന്നുണ്ട്. അങ്ങനെയാണ് പോലീസ് ഇപ്പോൾ അവിടെ എത്തി പരിശോധന നടത്തുന്നത്. ഇയാൾ ഈ മോഷ്ടിച്ച ബൈക്കുമായി തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ട്, പൊള്ളാച്ചി ഭാഗത്തേക്ക് കടന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. കാരണം മറ്റൊന്നുമല്ല, ഇയാൾ എല്ലാ തവണയും ഈ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സമയത്ത് എല്ലാ തവണയും ഉണ്ടാകാറുള്ളത് വീട്ടിലേക്ക്, ഭാര്യയുടെ അടുത്തേക്ക് പോകാറുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തന്നെ ഇത്തവണയും സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതുകൊണ്ട് അന്വേഷണം തമിഴ്നാട്ടിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നുണ്ട്. എന്തായാലും നേരത്തെ പുറത്തു വന്ന CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഈ ബാലമുരുകനെ ഒരു തരത്തിലും ഒരു നിയന്ത്രണങ്ങളില്ലാതെയാണ് തമിഴ്നാട് പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരുന്നത്, ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്ന CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ നമുക്കിന്ന് ലഭ്യമായിരുന്നു. അതിൽ കൃത്യമാണ് ഇയാൾ വിലങ്ങൊന്നും അണിയാതെ തന്നെയാണ് ഇയാൾ ഈ പോലീസുകാരോടൊപ്പം സഞ്ചരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയുള്ളത്. എന്തായാലും ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കൂടുതൽ ഊർജിതമായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം.